മരണപ്പെട്ട കാമുകിയെ രഹസ്യമായി ശവകുടീരത്തിൽ നിന്ന് പുറത്തെടുത്ത് 7 വർഷം കൂടെ കിടന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭ്രാന്തമായ പ്രണയം പറഞ്ഞുതരാം. 21 വയസ്സ് മാത്രം പ്രായമുള്ള അതിസുന്ദരിയായ എലീന എന്നാൽ നിർഭാഗ്യവശാൽ ട്യൂബർക്കുലോസിസ് വന്ന് മരണപ്പെടുകയായിരുന്നു. എന്നാൽ കഥയിലെ നായകൻ റേഡിയോ ടെക്നീഷ്യൻ ആയിരുന്ന കാൾ ടാൻസ്ലർ. എലീനയോടുള്ള പ്രണയം പിന്നെ ഭ്രാന്തായി, പിന്നെ ഭയങ്കര ഒബ്സഷനായി. പക്ഷെ അധികാലം നീണ്ടുന്നില്ല. സ്വന്തമായിട്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കാൾ ട്യൂബർക്കുലോസിസ് മാറാനായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വിധി മറ്റൊന്നായിരുന്നു. എലീന 1931 മരണപ്പെട്ടു. പക്ഷെ അതിനുശേഷം നടന്നതായിരുന്നു ഈ ലോകത്തെ തന്നെ ഞെട്ടിധരിപ്പിച്ച സംഭവങ്ങൾ. കാരണം കാളിന് എലീനയോടുള്ള പ്രണയം മരണത്തെ കൊണ്ട് നിന്നില്ല. അദ്ദേഹം ചെയ്തത് ശവകൂടീരത്തിൽ നിന്ന് ആളുടെ ബോഡി ആരും അറിയാതെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് 7 വർഷത്തോളം ആ ബോഡിയുടെ കൂടെ കിടന്നു. കുറെ മെഴുകുകളും കമ്പികളൊക്കെ വെച്ച്, അതുപോലെ തന്നെ അഴിഞ്ഞു പോയ സ്കിന്നിനൊക്കെ പകരം സിൽക്ക് തുണികളൊക്കെ വെച്ച്, ഗ്ലാസിന്റെ കണ്ണുകളൊക്കെ വെച്ച്, ആളുടെ തന്നെ മുടി കൊണ്ട്, അതായത് എലീനയുടെ തന്നെ മുടി കൊണ്ട് വിഗ് ഉണ്ടാക്കി, അതായത് എലീന തന്റെ കൂടെ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന് കാളിനെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് പലതും ചെയ്ത് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെയായിരുന്നു 7 വർഷം കാള് താമസിച്ചത്. 7 വർഷം കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് എന്തോ വശവശം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പോലീസ് എൻക്വയറി ചെയ്തപ്പോഴാണ് എലീനയുടെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. ലോകം തന്നെ ഞെട്ടിത്തിരിച്ചു. പക്ഷേ അതിനുശേഷം കാളിനോട് എല്ലാവർക്കും സഹതാപം തോന്നി. കുറെ പേര് അത് അയാളൊരു വില്ലനായിട്ട് കണ്ടു. പക്ഷെ അതിനുശേഷം ആൾ മരണം വരെ ഒരു സ്ത്രീകളായിട്ടും അയാൾക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ മരിച്ച സ്ഥലത്ത് നിന്ന് അയാളെ കണ്ടു കിട്ടുമ്പോൾ എലീനയുടെ രൂപസാദൃശ്യമുള്ള ഒരു പാവേനെ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആൻഡ് സംഭവം നടക്കുന്നത് ഫ്ലോറിഡയിലാണ് 1930-കളിൽ.